അപ്പോൾ നമ്മൾ കാസർഗോഡാണുള്ളത്. കാസർഗോഡ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട അഷ്റഫ് മാസ്റ്ററൊക്കെയുള്ള കരാട്ടാണത്. ഞാൻ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 വർഷമായി. അപ്പോൾ പിന്നെ കല്യാണ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ നേരിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അഷ്റഫ് മാസ്റ്റർ ഒരിക്കലും കൂടി ചെയ്യണം വീഡിയോ ഒന്നുമില്ല. അപ്പോൾ മാസ്റ്ററായിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. മാസ്റ്റർ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ചെറുങ്ങനെ ഷോർട്ടായിട്ട് നമുക്ക് സംസാരിച്ച് വെക്കാം. അപ്പോൾ വന്നിട്ട് പുതിയ വിശേഷങ്ങൾ സുഖമാണല്ലേ? അപ്പോൾ പുതിയ ക്ലാസ് എങ്ങനെയുണ്ട്? പുതിയ ക്ലാസ് നന്നായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പേഴ്സണലായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പിന്നെ കുറച്ച് ആൾക്കാർ പേഴ്സണൽ ട്രെയിനിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. മറ്റേത് കുറച്ചപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എല്ലാ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാൻ വലിയ ആൾക്കാരുണ്ട്, പബ്ലിക് ആയിട്ടുള്ള. ഇത് പേഴ്സണൽ ട്രെയിനിങ് നമുക്ക് ഫാമിലിക്ക് പ്രാക്ടീസ്, അതായത് ഉഷാറായി നമ്മളത് പ്രാർത്ഥിച്ചത്. ഏതായാലും വലിയ ഉഷാറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാഴ്ച മുന്നേ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരു അമേരിക്കക്കാരൻ ചെയ്തിട്ടില്ല, അവർ ചെയ്തിട്ട് പോയല്ലേ? അതൊരു ദിവസത്തേക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ അത്രയും ഒരു പോപ്പുലറായി നമ്മൾക്ക് അഭിമാനമാണ് നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അവരുടെ കമ്പനി, ഞാൻ പറഞ്ഞിട്ട് നല്ല കമ്പനി, കല്യാണത്തിന് തലേന്ന് ഓടുന്നത് കല്യാണം പങ്കെടുത്ത ആളാണെന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഈ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ്ങിന് മാത്രമായിട്ടാണല്ലേ? മറ്റത് കുട്ടി മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഫാമിലി, പിന്നെ ഉപ്പ, സിസ്റ്റേഴ്സ് എല്ലാവരും മോനുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അടുത്തായതുകൊണ്ട് അപ്പോൾ ഒരു കാരണം അതാണ്. പിന്നെ രണ്ടാമത് പേഴ്സണലായിട്ട് കുറച്ച് ആൾ ട്രെയിനിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അതായത് ഒരു 5-6 മാസം മുമ്പേ കണ്ടിട്ടുണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടതാണ് ടൈഗർ ഷ്രോഫിന്റെ കൂടെ. എന്താണ് സംഭവം? ടൈഗർ ഷ്രോഫിന്റെ അത് ഞാൻ ഫ്ലൈ സോൺ എന്ന് പറയുന്ന ഒരു ജിംനാസ്റ്റിക്കിലാണ് ഞാൻ ജിംനാസ്റ്റിക് പ്രാക്ടീസ് ചെയ്യുന്നത്. അതവിടെ ബോംബെയിലാണ്. മുംബൈയിൽ ജിംനാസ്റ്റിക്കിന്റെ ക്ലാസ് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഞാൻ പഠിക്കുന്നത്, പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്ന അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു കമ്പനി. അതെ, കുറെ ഫോട്ടോസ് കണ്ടു, വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊണ്ടുവരണം പ്ലാൻ ഉണ്ട്. എന്നെ വിളിക്കണം വീഡിയോ എടുക്കണം. അപ്പൊ അത് വലിയൊരു കാര്യം തന്നെ. നമ്മളെല്ലാവരും ഒരു സിനിമ ആക്ടറിനെ കൂടെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെയും ആക്ടേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? കാസർഗോഡ് അല്ലേ, കൊച്ചിയിലാണ് മെയിനായിട്ട് ആൾക്കാർ. ചിലപ്പോൾ വരുമായിരിക്കും, കുറച്ചാൾ വരാനുള്ള ഷൂട്ടിംഗ് ഭാഗത്തുണ്ടെങ്കിൽ വരുമായിരിക്കും അല്ലേ? അല്ലാണ്ടും വരാനുള്ള ഒരു സിനിമന്റെ ക്രൂവിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. തലയിൽ വരച്ചതുപോലെ എന്തായാലും അറിയപ്പെടില്ല നടക്കുന്നത്. അപ്പൊ ഇപ്പൊ കുട്ടികൾ, ചെറിയ കുട്ടികളൊന്നും വലിയ ആളുകളുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരും നമ്മുടെ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ വർഷത്തിൽ എന്തെങ്കിലും ഒരു പ്രാക്ടീസിന്റെ ഒരു മത്സരം പോലെ വെക്കാറുണ്ട്? അല്ല, മത്സരം നോർമലായിട്ട് ഉണ്ട്. കാസർഗോഡ് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ്, അത് എല്ലാ ജില്ലയിലുണ്ട്. അതാത് ജില്ലയിലെ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, നാഷണൽ, അതെല്ലാ കൊല്ലവും അസോസിയേഷൻ ത്രൂ തന്നെ നടത്തുന്നുണ്ടല്ലേ? അതിനെല്ലാം എന്തായാലും ഓവറോൾ ചാമ്പ്യന്മാരായിരിക്കും. ഇപ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ ഓവറോൾ ചാമ്പ്യനായി, പക്ഷേ സ്റ്റേറ്റിൽ അങ്ങനെ മെഡൽ ഒരുപാട് കുട്ടികൾ നമ്മളെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്ന എന്തായാലും പരിചയപ്പെട്ടത് സന്തോഷം. എന്തായാലും ഫാമിലി ലൈഫ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. കുട്ടികൾക്കുന്നിയായി അത് 2 മാസം. എന്താ പേര് വിളിച്ചത്? റംല ഉമ്മാന്റെ പേര്. റംല. അപ്പൊ ഒരു 4-5 വയസ്സുള്ള കുട്ടീനെ ഇങ്ങോട്ടേക്ക് 4 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ? അല്ല, അങ്ങനൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടിയാണെങ്കിലും ലൈറ്റായി